നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ കടൽ, പൊഴിമുഖം, വ്യോമമാർഗം എന്നിങ്ങനെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തി. മീൻപിടുത്ത വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ നീണ്ടകര പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. ഗൗതമിന്റെ അമ്മ എസ് രേഷ്മ വ്യാഴാഴ്ച നീണ്ടകര തീരദേശ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. മറൈൻ എൻഫോഴ്സ്മെന്റ്, തീരദേശ പോലീസ്, കോസ്റ്റ് ഗാർഡ് എന്നിവയും ഫിഷിംഗ്, പെട്രോൾ, സ്പീഡ് ബോട്ടുകൾ, ലൈഫ് ഗാർഡുകൾ, കോസ്റ്റൽ പോലീസ് ബോട്ടുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ. ഡ്രോൺ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് ശക്തമായ തിരമാലയിൽപ്പെട്ട് നീണ്ടകര അഴിമുഖത്ത് മീൻപിടുത്ത വള്ളം മറിഞ്ഞത്. പുത്തൻതുറ പൂമുഖത്ത് രാജീവൻ അന്നു തന്നെ മരിച്ചു. രാജീവന്റെ മകളുടെ ഭർത്താവായ പുത്തൻതുറ കടുവങ്കൽ രാധാകൃഷ്ണൻ, ഇദ്ദേഹത്തിന്റെ മകൻ ഗൗതം കൃഷ്ണ എന്നിവരെ കാണാതായി. രാധാകൃഷ്ണന്റെ മൃതദേഹം കിട്ടിയെങ്കിലും ഗൗതമിന്റേത് ലഭിച്ചില്ല. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ കടൽ, പൊഴിമുഖം, വ്യോമമാർഗം എന്നിങ്ങനെയും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥയും സമുദ്രപ്രവാഹം സംബന്ധിച്ച വിവരങ്ങളും അടിസ്ഥാനമാക്കി തെരച്ചിൽ മേഖലകൾ വ്യാപിപ്പിച്ചു. ഫിഷറീസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നീണ്ടകരയിൽ ക്യാമ്പ് ചെയ്ത രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഏകോപന നടപടികൾ സ്വീകരിച്ചു വരുന്നുവെന്ന് അഡീഷണൽ ഡയറക്ടർ സ്മിത ആർ നായർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചവറ.